നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മതവിദ്വേഷ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പിണറായി വിജയൻ ഭയക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? വേണമെങ്കിൽ ഇപ്പോൾ PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാം. എന്നാൽ 2 തവണ PC ജോർജിനെ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും നോട്ടീസ് കൈപ്പറ്റാൻ അദ്ദേഹം തയ്യാറായില്ല. PC ജോർജ് അവിടെ ഇല്ല എന്നാണ് അറിയിച്ചത്. അതിനുശേഷം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ താൻ ഹാജരായിക്കൊള്ളാമെന്നും PC ജോർജ് അറിയിച്ചു. PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ പ്രതിഷേധമുണ്ടെന്ന് സർക്കാരിനും മുഖ്യമന്ത്രിക്കും അറിയാം. പക്ഷേ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ മടിക്കുകയാണ്. നേരത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് അനാവശ്യമായ ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കിക്കൊടുത്തു എന്നുള്ള ഒരു പരിഭവം CPM-നുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം അറസ്റ്റിന് വഴങ്ങി ജയിലിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ വാർത്താ പ്രാധാന്യം നേടുമെന്നും അങ്ങനെ PC ജോർജിനെ ഇനിയും വലുതാക്കണ്ട എന്നുമാണ് CPM-ലെ ഒരു വിഭാഗത്തിൻ്റെയും മുഖ്യമന്ത്രിയുടെയും അഭിപ്രായം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നതെന്നാണ് CPM വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ കാരണം ഇതൊന്നുമല്ല. വരുന്ന നിയമസഭാ ഇലക്ഷന് കഷ്ടിച്ച് ഇനി 11 മാസം മാത്രമേ ബാക്കിയുള്ളൂ. 11 മാസം കഴിയുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രഖ്യാപനം വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൈവിട്ട് എന്തെങ്കിലും കളി കളിച്ചാൽ ക്രൈസ്തവ വോട്ടുകൾ മൊത്തത്തിൽ CPM-നെതിരെ തിരിയുമെന്ന ഭയമാണ് PC ജോർജിനെ തൊടാൻ പിണറായി മടിക്കുന്നതിന് പിന്നിലുള്ള പ്രധാന കാരണം. PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയാൽ അത് വലിയ വാർത്താ പ്രാധാന്യം നേടും. കേരളത്തിലെ ചാനലുകൾ മുഴുവൻ അത് ദിവസങ്ങളോളം ആഘോഷിക്കുകയും PC ജോർജ് മാത്രമേ പിന്നെ വാർത്തകളിൽ ഉണ്ടാവുകയോ എന്നുള്ള അവസ്ഥ വരും. ഇത് മനസ്സിലാക്കി അദ്ദേഹത്തിന് അനാവശ്യമായൊരു പോപ്പുലാരിറ്റി കൊടുക്കണ്ടെന്നും അതുവഴി ക്രൈസ്തവ സമൂഹത്തെ, PC ജോർജിനെ അറസ്റ്റ് ചെയ്താൽ ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടാകുന്ന പ്രതിഷേധം, വിമ്മിഷ്ടം അത് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് ഒന്ന് പതിയെ പിന്മാറി നിൽക്കാനാണ് സർക്കാർ ആഭ്യന്തര വകുപ്പിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. PC ജോർജിന് ഇപ്പോൾ അഭൂതപൂർവമായ ഒരു പിന്തുണ ക്രൈസ്തവ സമൂഹത്തിനിടയിലുണ്ടെന്ന് CPM-ന് അറിയാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് അടക്കം ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ PC ജോർജിന് അത്രയ്ക്ക് വലിയ സ്വാധീനമൊന്നും ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് അദ്ദേഹം കേരള കോൺഗ്രസിൽ നിൽക്കുന്ന കാലത്ത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. വളരെ വർഗീയമായ പരാമർശങ്ങളിലൂടെ, വളരെ വർഗീയമായ ചേരിതിരിവുകൾ ഉണ്ടാക്കുന്ന നീക്കങ്ങളിലൂടെ, രാഷ്ട്രീയ നിലപാടുകളിലൂടെ PC ജോർജ് ഇപ്പോൾ BJP-യിലെത്തി. BJP-യുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഒരു BJP നേതാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പഴയതുപോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് സർക്കാരിന് നന്നായി അറിയാം. BJP നേതാവിനെ അറസ്റ്റ് ചെയ്യാൽ അത് BJP അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഗൗരവത്തിലെടുക്കുമെന്നും മാത്രമല്ല PC ജോർജിന് ഇപ്പോഴും ക്രൈസ്തവ മേലധ്യക്ഷന്മാരുമായി നല്ല അടുത്ത വ്യക്തിബന്ധമുണ്ടെന്നും പിണറായി വിജയന് നന്നായി അറിയാം. കഴിഞ്ഞ തവണ PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയതെല്ലാം ലൈവായി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും മറ്റെല്ലാ വാർത്തകളും ഇതിൻ്റെ പേരിൽ മുങ്ങിപ്പോവുകയും ചെയ്ത ഒരവസ്ഥയുണ്ടായിരുന്നു. ഇത്തരത്തിൽ അങ്ങനെയൊന്നും വരുത്താൻ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് വരത്തു വരികയാണ്. ക്രൈസ്തവ മേലധ്യക്ഷന്മാർ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ അടക്കമുള്ളവർ തനിക്കെതിരെ തിരിഞ്ഞാൽ തൻ്റെ 3ാം ഭരണം എന്നുള്ള സ്വപ്നത്തിന് മുകളിൽ അത് കരിനിഴൽ വിതയ്ക്കുമെന്ന് പിണറായിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് എത്ര വിമർശനം മുസ്ലിം സമൂഹത്തിൽ നിന്നുണ്ടായ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളിൽ നിന്നുണ്ടായാലും അതെല്ലാം തടഞ്ഞു നിർത്തിക്കൊണ്ട് PC ജോർജിനെതിരെ ഒന്നും മയത്തിൽ നീങ്ങിയാൽ മതിയെന്നാണ് പോലീസിനും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്ന നിർദ്ദേശമെന്ന് അറിയുന്നു. മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയാണ്, പൂഞ്ഞാറിലെ മുസ്ലിം ലീഗ് ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റിയാണ് PC ജോർജിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗുമെല്ലാം വളരെയേറെ പ്രതിഷേധത്തിലാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് വൈകുന്ന കാര്യത്തിൽ. പക്ഷേ മുഖ്യമന്ത്രിക്കറിയാം ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ട് ബാങ്ക് തനിക്കെതിരായാൽ 3ാം ഭരണം കിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് 3ാം ഭരണത്തിന് വേണ്ടി PC ജോർജിനെ ഒന്ന് മയത്തിൽ തൊട്ടാൽ മതി എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി. ആ നിർദ്ദേശമാണ് അദ്ദേഹം ആഭ്യന്തര വകുപ്പിനും നൽകിയിരിക്കുന്നത്.